മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. എൻ്റെ പേര് അനീഷ് മുഹമ്മദ്, വയസ്സ് 32. ഞാൻ സംസാരിക്കുന്നത് പൊന്നാനിയിൽ നിന്നാണ്. മാഡം, ഇപ്പോ ഈ സെഷന് അടിപൊളി സെഷനായിരുന്നു. പ്രത്യേകം എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ, എനിക്ക് ഈ പൈൽസിന്റെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്നു. അത് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് മുന്നേ അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്കാരുടെ ഇടയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ലല്ലോ. കാരണം പലപ്പോഴും നമ്മൾ നാണത്തോടെ കൂടി നടക്കുന്ന അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അതിന്റെ കാരണങ്ങൾ കാരണങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന സമയത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണ രീതിയും ജീവിതശൈലിയൊക്കെ ഒന്ന് പരിശോധിച്ചു. ഏകദേശം മുന്നേ ജീവിച്ചിരുന്ന ഒരു ജീവിതശൈലി എന്താ വെച്ചാൽ, മുന്നിൽ കിട്ടിയ ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ചിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. എന്താണോ പ്രോസസ് ഫുഡുകളാണെന്നുണ്ടെങ്കിൽ പ്രോസസ് ഫുഡുകൾ, ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ ബേക്കറികൾ നേരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മുന്നിൽ വരുത്തിയിട്ട് വാരി വലിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം. നോൺ വെജുകൾ ധാരാളമായിട്ട് കഴിക്കുന്നു. സത്യത്തില് ഇതാണ് പ്രധാന ഒക്കെ ചെയ്യണ സമയത്താണ് റിസൾട്ട് ഉണ്ടാവുക. ഞാൻ മുന്നേ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മെഡിസിനുകൾ വാങ്ങി കഴിക്കും. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊരു എന്താ ഉണ്ടാവുക വെച്ചാല്, പിന്നെ ബൈസ്റ്റാൻഡ് ആയിട്ട് 2 ആൾക്കാർ വേണം നമ്മളെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എത്തി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ള തിരിച്ചറിവ് ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന. മുന്നേ വെള്ളം കുടിക്കുന്ന ആളായിരുന്നോ? മുന്നേ വെള്ളം കച്ചവടം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ബോംബെയിലാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 10 വർഷം ആണ്. അപ്പോ എന്താ വെച്ചാല്, ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാല് വെള്ളം കുടിക്കാൻ പോയതിന്റെ പേരിൽ ഇനി കച്ചവടം മുടങ്ങണ്ടെന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാതിരിക്കും. ഭക്ഷണം മുന്നിൽ ചിലപ്പോൾ 1 മണിക്കും 12 മണിക്കൊക്കെ ഭക്ഷണം മുന്നിൽ വരും. പക്ഷെ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യുന്ന ഒരു സാഹചര്യം, ബിസി ആയതുകൊണ്ട് അല്ലെങ്കിൽ കച്ചവടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിക്കാതെ ആ ഭക്ഷണം തന്നെ അവിടെ ഇരുന്ന് ചൂട് ഉണങ്ങിയതിന് ശേഷമാണ് പലപ്പോഴും കഴിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കും, അല്ലെങ്കിൽ മൊത്തമായിട്ട് ഒറ്റയടിക്ക് ഫുൾ കലോറി അടിച്ചു കയറ്റുന്ന രീതിയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്നും നമ്മളെ ശരീരം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇൻടേക്ക് ചെയ്യണമെന്നുള്ള തിരിച്ചറിവ് ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന സമയത്താണ് കിട്ടിയത്. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് കോച്ചസിന്റെ അവര് തരുന്ന ഫോളോ അപ്പ്, അതേപോലെ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്. കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ പ്രത്യേകത, അറിവിന് കുറവില്ല. ഇന്ന് ഗൂഗിൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഡിസ്കവറി ചെയ്യാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മളെ ചെയ്യിപ്പിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു കോച്ചിന്റെ സഹായത്തോടു കൂടി ഓരോരാളുടെ ബോഡി എങ്ങനെയാണെന്ന് കോച്ചസിന് കറക്റ്റ് ആയിട്ട് അറിയാം. ആർക്കൊക്കെ എന്തൊക്കെ ഫുഡാണ് വേണ്ടത്, അവരുടെ ശരീരത്തിന് ഏതൊക്കെയാണ് കുറവ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്ന് കറക്റ്റ് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതിലേക്കൂടെയാണ്, ആ ഒരു ഫോളോ അപ്പിലേക്കൂടെയാണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഹെൽത്ത് റിസൾട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് അത് മാറി എന്നൊക്കെ പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തില് നമ്മുടെ കോച്ചുമാർക്ക് നമ്മൾ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് മുന്നേ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ അറിയുന്ന ഒരു കോച്ച് ആയതുകൊണ്ട്, എന്റെ കോച്ച് സിയാദൻ സലീം, അവർക്ക് ഞാൻ ഫ്രം ദ ഹാർട്ടിൽ നന്ദി പറയുന്നു. അവര് എന്നോട് ഒരിക്കലും ഭക്ഷണം കുറക്കണ്ട അല്ലെങ്കിൽ ഭക്ഷണം നിർത്ത് എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഒരു 4.5 വർഷം മുന്നേ ഈ ഫുഡ് ഞാൻ നിർത്തിപ്പോയ ആളാണ്. അതേസമയം വീണ്ടും തിരിച്ചു വരാനുള്ള കാരണം അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഭക്ഷണ രീതിയും കണ്ട് അവരുടെ റിസൾട്ട് കണ്ടപ്പോഴാണ് വീണ്ടും തിരിച്ചു വരികയും ഇതിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുകയും ചെയ്തത്. ആ സമയത്ത് അവരൊരിക്കൽ പോലും എന്നോട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് നല്ല ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് ഇഷ്ടംപോലെ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ, നമ്മളെ ബാഡ് കലോറി ആയിട്ടുള്ള ഭക്ഷണ രീതിയെ മാറ്റിയിട്ട്
എന്ത് ചെയ്തു, ഫുഡ് ന്യൂട്രീഷൻ ഇഷ്ടം പോലെ കഴിച്ചു. കാരണം എന്റെ കോച്ച് അൻസാർ സാർ പറഞ്ഞ ഇത് 3 തരത്തില് നമുക്ക് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അതിലൊരു സർട്ടിഫിക്കേഷൻ ആണ് മെഗാ ഡോസേജ്. നമ്മൾ എത്ര കഴിച്ചാലും ഈ ന്യൂട്രീഷൻ ഫുഡ് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ ഉണ്ടായത്, 51 കിലോ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തു പേഴ്സണലി. എന്റെ സ്കിന്നിന് ബിഫോർ ആഫ്റ്റർ എന്റെ കോച്ചുമാരുടെ കയ്യിലുണ്ടാവും, അവരെ ഷെയർ ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം കുറച്ച് ഷോർട്ടാണ്. താങ്ക് യു വെരി മച്ച് മാഡം, ഈ അവസരം എനിക്ക് നൽകിയതിൽ. എനിക്ക് ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടി. എന്റെ വൈഫും ഏകദേശം പേഴ്സണലി 10 കിലോ വെയിറ്റ് ലോസ് ചെയ്തതാണ്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്, സൂപ്പർ, നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അപ്പൊ നമുക്കിവിടെ നല്ല ഒരുപാട് റിസൾട്ട് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടായാലും അല്ലാതെ വാവ് സൂപ്പർ, നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്കിപ്പം ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നിനുമുള്ള എന്താ മരുന്നോ അല്ലെങ്കിൽ മെഡിക്ലെയിമോട് കൂടിയിട്ടല്ല നമ്മളിവിടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങളാണ് നമ്മള് കഴിക്കുന്നത്. നമുക്ക് ബേസിക് നോർമലി ഉള്ള സാധാരണ രീതിയിലുള്ള ഭക്ഷണ രീതിയിൽ അപേക്ഷിച്ച് നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള പോഷകങ്ങളാണ് നമുക്ക് ഇതിലേക്കൂടെ നമ്മുടെ കോച്ചുമാര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു അവസരം എനിക്ക് തന്ന എന്റെ കോച്ചസിനും സീനിയർ കോച്ചസിനും ഒക്കെ ഈ ഒരു അവസരത്തില് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ കോച്ചസ്. താങ്ക് യു മാർക്കസ്. Thank you, ma'am. Thank you very much. താങ്ക് യു മാം.